We shall now discuss about optoelectronic junction devices. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്സിൽ കണ്ടത് ഒരു സെമി കണ്ടക്ടർ ഡയോഡ് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഇൻപുട്സ് കൊടുത്തു കഴിഞ്ഞാൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു PN ജംഗ്ഷൻ സെമി കണ്ടക്ടർ ഡയോഡ് നമ്മൾ അതിൽ ഇലക്ട്രിക്കൽ ബയസിങ്, അതായത് നമുക്ക് ഫോർവേഡ് ബയസിങ് കൊടുക്കാം. P റീജിയനെ ബാറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക, N റീജിയനെ ബാറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. അങ്ങനെ ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ നമുക്കറിയാം ഹോൾസും ഇലക്ട്രോൺസും ജംഗ്ഷൻ ക്രോസ് ചെയ്ത് അത് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നു, അതായത് ഡയോഡിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതേസമയം P റീജിയനെ നമ്മൾ ബാറ്ററിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തു, N റീജിയനെ പോസിറ്റീവിലേക്ക് കൊടുത്തു. അപ്പോൾ അതെന്തായി, റിവേഴ്സ് ബയാസ്ഡ് ആയി. സോ നോ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ജംഗ്ഷൻ ത്രൂ ദ ഡയോഡ്. ആ സമയത്ത് ഒരു മൈക്രോ ആംബിയർ കറണ്ട്, മൈനോറിറ്റി കാരിയേഴ്സ് കാരണമുള്ള ഒരു മൈക്രോ കറണ്ട് മാത്രമാണ് ഫ്ലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക്കൽ ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡയോഡ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്സിൽ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ക്യാൻ വി ജനറേറ്റ് കാരിയേഴ്സ്, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് സാധാരണ ഇമ്പ്യൂരിറ്റി ആറ്റംസ് കൊണ്ട് ഡോപ്പിംഗ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോൺസ് വഴി ഫോട്ടോ എക്സൈറ്റേഷൻ, അതായത് ലൈറ്റ് ഈ ജംഗ്ഷനിൽ ഫോൾ ചെയ്യിപ്പിച്ച് നമുക്ക് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ജനറേറ്റ് കാരിയേഴ്സ്, that is electron hole pairs in a semiconductor diode by using photons, and that method is called photo excitation. ഇനി അങ്ങനെ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളിനെയാണ് ഓപ്റ്റോ ഇലക്ട്രോണിക് ജംഗ്ഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ നമ്മൾ പഠിക്കുന്നത് ഫോട്ടോ ഡയോഡാണ്. ഫോട്ടോ ഡയോഡ്. അപ്പോൾ ഈ ഫോട്ടോ ഡയോഡിനെ ഒരു ഫോട്ടോ ഡിറ്റക്ടർ എന്നും പറയാം. അതായത് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഈ ജംഗ്ഷനിൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കാരണം ഹോൾസ് മെജോറിറ്റി ഉള്ള സ്ഥലത്ത് നിന്ന് നെഗറ്റീവ് N റീജിയനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ എന്നിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ചാർജ് ഓൺ ദി N സൈഡ് ഡെവലപ്പ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് വിൻഡോ ഉണ്ടാവും ഈ ഡയോഡിൽ. ഈ ജംഗ്ഷൻ അക്രോസ് ദർ വിൽ ബി എ ട്രാൻസ്പാരൻറ്റ് വിൻഡോ ആൻഡ് through this transparent window light will fall, energy hν, light energy, photon energy will fall on the diode. അപ്പോൾ ഒരു സ്പെഷ്യൽ പർപ്പസ് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഇറ്റ് ഈസ് made with a transparent window so as to allow light to fall on the diode. ഇനി ഇതിനെ നമ്മൾ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ്. അതായത് P റീജിയനെ ബാറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കുന്നു, N റീജിയനെ ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കുന്നു. നമുക്കിവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യാം, ഒരു കറണ്ട് മെഷർ ചെയ്യാൻ ഒരു മൈക്രോമീറ്റർ, വളരെ ചെറിയ കറണ്ടാണ് ഫ്ലോ ചെയ്യുള്ളൂ. ഈ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഹോൾ പെയറുകൾ ഇതിലൂടെ ഫ്ലോ ചെയ്യണം. അപ്പോൾ ദ കറണ്ട് ഈസ് വെരി സ്മോൾ, മൈക്രോ ആംബിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഈ ഫോട്ടോ ഡയോഡിനെ നമ്മൾ ഇലുമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ഫോട്ടോൺസ്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഫോട്ടോൺസ് ഹാവിങ് എനർജി hν. ഈ hν എന്ന് പറയുന്ന എനർജി if hν is greater than the band gap energy of the semiconductor, then electron hole pairs will be generated. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്, ഫോട്ടോൺ എനർജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് ദ സെമികണ്ടക്ടർ. ബാൻഡ് ഗ്യാപ്പ് എനർജി പറയുമ്പോൾ നമുക്കറിയാം വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് ഉണ്ടാവും, എത്ര ഇലക്ട്രോൺ ഉണ്ടായോ അത്രയും ഹോൾസ് വാലൻസ് ബാൻഡിലും ഉണ്ടാവും. അപ്പോൾ ഫോട്ടോൺ എനർജി ഗ്രേറ്റർ ദാൻ ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് ദ സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റഡ് ആവും. ഇനി ഈ നമ്മൾ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഈ ജംഗ്ഷൻ്റെ അവിടെ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയറിൻ്റെ അവിടെയാണ് ഇലക്ട്രോൺ ഹോൾ പെയറുകൾ ഉണ്ടാവുന്നത്. ഈ
ജംഗ്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രോൺസ് എവിടേക്ക് മൂവ് ചെയ്യും? എൻ റീജിയൻ്റെ ഈ പോസിറ്റീവ് ഫീൽഡാണ് അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് എൻ സൈഡ് ഓഫ് ദ ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യും. ഹോൾസ് ഇവിടെ നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് കാരണം പുതിയതായി ഉണ്ടാവുന്ന ഹോൾസ് പി റീജിയനിലേക്കും ദി ഇലക്ട്രോൺസ് ആ ഇലക്ട്രോൺ ഹോൾ പെയറിലെ ഇലക്ട്രോണും ഹോളും സെപ്പറേറ്റഡ് ആവും. എൻ റീജിയൻ്റെ അവിടെ പോസിറ്റീവ് ഡിപ്ലീഷൻ ലെയർ ഉണ്ടല്ലോ, പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ, അവിടേക്ക് ഇലക്ട്രോൺസ് വരും. ഹോൾസ് ഈ നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ കാരണം പി റീജിയനിലേക്കും ഹോൾസ് വരുന്നു. എന്നിട്ട് ഹോൾസ് ഈ ബാറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിലേക്കും വരികയാണ്. അപ്പോൾ there will be a current flow due to this electron hole pair generated. അപ്പോൾ ഇലക്ട്രോൺസ് ആൻഡ് അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് whenever photons of energy h nu fall on the diode, electron hole pairs are generated, and due to the electric field of the junction, the electrons and holes are separated before they recombine. അത് റീകമ്പൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് സെപ്പറേറ്റഡ് ആവുന്നു. Electrons will reach the n side and holes will reach the p side. അപ്പോൾ electrons will be collected on the n side and holes on the p side, and that will give rise. അപ്പോൾ ആ ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി അല്ലേ? ഈ ഭാഗത്ത് ഇലക്ട്രോൺസും ഇവിടെ ഹോൾസും ആകുമ്പോൾ ഒരു EMF ഉണ്ടാവുന്നു. പിന്നെ നമ്മൾ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റർ കണക്ട് ചെയ്താൽ അതിലൂടെ ഈ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി എത്ര ഫോട്ടോ കറന്റ് ഫ്ലോ ചെയ്യും എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ, ഇൻറ്റൻസിറ്റി പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് ഇൻറ്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? നമ്മൾ ഡ്വെൽ നേച്ചർ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു. ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോൺ നമ്പർ ആണ് കൂടുന്നത്. അപ്പോൾ കൂടുതൽ ഫോട്ടോൺ വന്ന് വീണ് കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. ഇപ്പം നമ്മൾ റിവേഴ്സ് ബയാസ്ഡിൽ കണ്ടീഷനിൽ കണക്ട് ചെയ്യുമ്പോൾ മൈനോറിറ്റി കാരിയർ കാരണമുള്ള ഒരു ചെറിയ ഇലക്ട്രോൺ ഫ്ലോ ആണ് ആക്ച്വലി നടക്കുന്നത്. പക്ഷേ ഈ ഫോട്ടോൺസ് വന്ന് വീണ് ഉണ്ടാക്കിയ പുതിയ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് കാരണം കറന്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഫോട്ടോ കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻറ്റൻസിറ്റി. ഇനി നമ്മൾ ഈ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ് വരയ്ക്കുമ്പോൾ voltage is plotted along the always voltage along x axis and current along y axis ആണ്. അപ്പോൾ ഫോർവേഡ് കറന്റ് ആണ് എപ്പോഴും മില്ലി ആംപിയറിൽ അല്ലെ? റിവേഴ്സ് കറന്റ് ഈസ് വെരി സ്മോൾ, ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് മൈക്രോ ആംപിയർ. അപ്പോൾ നമ്മൾ ചെറിയ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന കർവ് ഇങ്ങനെയായിരിക്കും. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ തേർഡ് ക്വാഡ്രന്റിലാണ് വരയ്ക്കുന്നത്. നെഗറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് കറൻറ്റും ആണ് കാണിക്കുന്നത്. ഇനി കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വീഴുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺ ഹോൾ പെയറുകൾ ഉണ്ടാവും. അപ്പോൾ എന്താണ്? the curves, the photoelectric current, sorry, photo current, it will increase with increase in intensity of light. അപ്പോൾ ഇവിടെ I3 is greater than I2 is greater than I1. Whenever the photocurrent increases, the reverse current through the, whenever the photon intensity increases, the reverse current through the photodiode will also increase. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ ഡയോഡിനെ നമുക്ക് ഫോട്ടോ ഡിറ്റക്ടർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഡിറ്റക്ട് എനി ലൈറ്റ് ഫോളിങ് ഓൺ ഇറ്റ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ, ഇപ്പോൾ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഫോട്ടോ കറന്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ ഇതിൽ പ്രോബ്ലംസ് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫോട്ടോ ഡയോഡിൽ ലൈറ്റ് വന്ന് വീഴുന്നു. അപ്പോൾ അതിൽ ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ ദ എനർജി ഓഫ് ദ ഫോട്ടോ കറന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ബാൻഡ് ഗ്യാപ്പ് എനർജി. അപ്പോൾ ഒരു ബാൻഡ് ഗ്യാപ്പ് എനർജി തന്നിട്ടുണ്ടാവും. നമുക്ക് സിലിക്കണിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി 0.7 വോൾട്ട് ആണ്. അതേപോലെ ജെർമേനിയത്തിൻ്റെ 1.1 വോൾട്ട് അല്ലേ? അപ്പോൾ ഈ ബാൻഡ് ഗ്യാപ്പ് എനർജിനേക്കാൾ ഈ ഇത്രയും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിനേക്കാൾ ഗ്രേറ്റർ എനർജി ഉള്ള ഫോട്ടോൺസ് വന്ന് വീഴുമ്പോഴാണ് ഇതിൽ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവുന്നുള്ളൂ. So light falls on the junction, electron hole pairs are generated, they are separated and they flow through the circuit.
അപ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ലൈറ്റ് ആവശ്യം വന്നു. ഫോട്ടോ എക്സൈറ്റേഷൻ വേണമെങ്കിൽ തെർമൽ എക്സൈറ്റേഷൻ വഴിയും ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യാം. ഈ ബാൻഡ് ഗ്യാപ്പ് എനർജിനേക്കാൾ കൂടുതൽ എനർജി ഇവിടെ ലൈറ്റ് എനർജിക്ക് പകരം ഹീറ്റ് എനർജി കൊടുത്താലും നമുക്ക് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യാം. ഇനി ഇലക്ട്രോണും ഹോളും റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എനർജി റിലീസ്ഡ് ആവും അല്ലേ. ഒരു ഇലക്ട്രോണും ഹോളും കൂടെ റീകമ്പൈൻ ചെയ്താൽ ഇത്രയും എനർജി വിൽ ബി റിലീസ്ഡ്. അത് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആണെങ്കിൽ നമുക്കതിനെ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ എന്ന് പറയാം. If it is released in the form of heat, it is called non-radiative recombination. അപ്പോൾ അത് ഏത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ PN ജംഗ്ഷൻ ഫോം ചെയ്യാൻ അതിനനുസരിച്ചിട്ട്, അതുപോലെ ഏത് മെത്തേഡിലാണ് നമ്മൾ അതിൻ്റെ ഫാബ്രിക്കേഷൻ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് ഈ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ലൈറ്റ് എമിറ്റഡ് ആവും അല്ലെങ്കിൽ ഹീറ്റ് എമിറ്റഡ് ആവും. അങ്ങനെ ലൈറ്റ് എമിറ്റഡ് ആവുന്ന ഡിവൈസുകളിനെ പറയുന്ന പേരാണ് LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ലൈറ്റ് ഈസ് എമിറ്റഡ് ഓർ റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ്. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. ഗാലിയം ആർസിനൈഡ്, ഗാലിയം ആർസിനൈഡ് ഫോസ്ഫൈഡ് തുടങ്ങിയ സെമി കണ്ടക്ടർ ഡിവൈസസിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ നടത്താൻ സാധിക്കും. That we shall discuss in the next class.